ദേവീ മഹാത്മ്യം ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ചും ദേവീ ഉപാസകർക്ക് അതിവിശിഷ്ടമായ ഒരു ഗ്രന്ഥമാകുന്നു. ദുർഗാ സപ്തശതി എന്നും അതിന് പേരുണ്ട്. ഈ ഗ്രന്ഥം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്ന സ്ഥലത്ത് ഭൂതപ്രേതാദികളുടെയും ദോഷഗ്രഹങ്ങളുടെയും ശല്യങ്ങൾ ഉണ്ടാവുകയില്ലെന്നാണ് വിശ്വാസം. അശുഭങ്ങളും ആപത്തുകളും അകറ്റാൻ കഴിവുള്ള ദേവീ മഹാത്മ്യത്തിലെ അതിവിശിഷ്ടമായ കവചസ്തോത്രം ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ജപിച്ച് അർത്ഥം പറയുകയാണിവിടെ. ഈ സ്തോത്രം ജപിക്കുമ്പോൾ കൂടുതൽ സംഗീതാത്മകമായി ജപിക്കാൻ പാടില്ലാത്തതാണ്. ഈ സ്തോത്രം നേരിട്ട് പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കാഴ്ചശക്തി ഇല്ലാത്തവർക്കും മറ്റ് തടസ്സങ്ങളുള്ളവർക്കും ഈ സ്തോത്രത്തിൻ്റെ പുണ്യം ഉണ്ടാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം തുടങ്ങുകയാണ്. സർവപിതാമഹനായ ബ്രഹ്മാവ് മാർക്കണ്ഡേയ മുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ദേവീ കവചം. മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ പറഞ്ഞു, യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂമി പിതാമഹ. അല്ലയോ ബ്രഹ്മാവേ, പിതാമഹ, ലോകത്തിൽ പരമരഹസ്യമായിട്ടുള്ളതും ആളുകൾക്ക് സർവവിധ രക്ഷകളും നൽകുന്നതും ഇതിനു മുമ്പ് ആർക്കും ഉപദേശിച്ചിട്ടില്ലാത്തതുമായി യാതൊന്നുണ്ടോ? അതെനിക്ക് ഉപദേശിച്ചു തന്നാലും. ബ്രഹ്മോവാച. ബ്രഹ്മാവ് പറഞ്ഞു, അസ്തി ഗുഹ്യതമം വിപ്രാ സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം ദിവ്യം തൃച്ഛണ്ണുഷ മഹാമുനേ. ഹേ മഹർഷേ, അതീവ രഹസ്യവും സർവജീവജാലങ്ങൾക്കും ഉപകാരപ്രദവും ദിവ്യവുമാണ് ദേവീ കവചം. മഹാമുനെ, ആയത് കേട്ടാലും. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണീ തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാർത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിതാ ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദ എന്നിങ്ങനെ ദേവിയുടെ നവമൂർത്തികൾ പ്രസിദ്ധങ്ങളാണ്. മഹത്തായ വേദത്തിൽ തന്നെ ഈ ദേവമൂർത്തികൾ കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാ ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. ദേവിയുടെ നവനാമങ്ങളെ കീർത്തിച്ച് ദേവിയെ ശരണം പ്രാപിക്കുന്നവന് തീയിൽപ്പെട്ടാലോ വൈദികളുടെ നടുക്കുപെട്ടാലോ ആപത്തോ ദുഃഖമോ ഭയമോ ഉണ്ടാവുന്നതല്ല. ആധിയോ ദുർഘടമോ പ്രാണഭയമോ ഏർപ്പെടുമ്പോൾ ഭയം പൂണ്ട് വ്യാകുലതയോടെ ശരണം പ്രാപിക്കുന്നവർക്ക് യാതൊരാപത്തും സംഭവിക്കുന്നതല്ല. യൈസ്തു ഭക്ത്യാ സ്മൃത്യാ നൂനം തേഷാമൃദ്ധി പ്രജായതേ. ഭക്തിപൂർവം ദേവിയെ സ്മരിക്കുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇത് നിശ്ചയമുള്ള കാര്യമാണ്.
പ്രേതസംസ്ഥാതു ചാമുണ്ഡാ വാരാഹി മഹിഷാസന ഐന്ദ്രീഗജസമാരൂഢാ വൈഷ്ണവീ ഗരുഡാസന മഹേശ്വരീ വൃഷാരൂഢാ കൗമാരീ ശിഖിവാഹന ബ്രാഹ്മി ഹംസമാരൂഢാ സർവാഭരണഭൂഷിതാ നാനാഭരണശോഭാഢ്യാ നാനാരത്നാപശോഭിതാ ദൃശ്യന്തേ രഥമാരൂഢാ ദേവ്യാ ക്രോധസമാകുലാ. പ്രേതസംസ്ഥിതയായ ചാമുണ്ഡ, മഹിഷവാഹനയായ വരാഹി, ഐരാവതവാഹനയായ ഇന്ദ്രാണി, ഗരുഡവാഹനയായ വൈഷ്ണവി, വൃഷഭവാഹനയായ മഹേശ്വരി, മയൂരവാഹനയായ കൗമാരി, ഹംസവാഹനയും സർവാഭരണഭൂഷിതയും ആയ ബ്രാഹ്മി എന്നീ ഭക്തവത്സലകളായ സപ്തമാതാക്കൾ നാനാ ആഭരണങ്ങൾ കൊണ്ടും നാനാതരത്തിലുള്ള രത്നങ്ങൾ കൊണ്ടും അലങ്കൃതകളായി ഭക്തരക്ഷണാർത്ഥം രഥാരൂഢകളായി, അതായത് രഥമേറി കാണപ്പെടുന്നു. അവർ ശത്രുക്കളിൽ കോപമുള്ളവരുമാണ്. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം ഖേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലശ്ച ശാർങ്ഗായുധനുമുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭയായ ച ധാരയന്ത്യായുധാനീർത്ഥം ദേവാനാം ച ഹിതായ വൈ. സപ്തമാതാക്കൾ ദൈത്യനാശത്തിനും ഭക്തരക്ഷണത്തിനും ദേവഹിതത്തിനും വേണ്ടി ശംഖം, ചക്രം, ഗദ, ശക്തി, ഹലം, മുസലം, പരിച, തോമരം, പരശു, പാശം, കുന്തം, ത്രിശൂലം, ശാർങ്കം എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു. മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർത്തിനി. ദേവിയെ സ്തുതിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 2 വരികളാണിത്. മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി. മഹത്തായ ബലത്തോടുകൂടിയവളും ലോകരക്ഷണോത്സാഹയുക്തയും മരണഭയനാശിനിയും അഭക്തന്മാർക്ക് അദർശനീയയും കാമാദിശത്രുക്കൾക്ക് ഭയകാരിണിയും ആയ അല്ലയോ ദേവി, എന്നെ കാത്തരുളിയാലും എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രീ അഗ്നേയാമഗ്നിദേവത ദക്ഷിണേ വധുവാരാഹി നൈരുത്യാം ഖഡ്ഗധാരിണി. കിഴക്കുദിക്കിൽ ഇന്ദ്രാണി എന്നെ രക്ഷിക്കട്ടെ, അഗ്നികോണിൽ അഗ്നിദേവത രക്ഷിക്കട്ടെ, ദക്ഷിണദിക്കിൽ വാരാഹി എന്നെ രക്ഷിക്കട്ടെ, നിര്യകോണിൽ ഖഡ്ഗധാരിയായ നിര്യതിശക്തി എന്നെ രക്ഷിക്കട്ടെ. പ്രതീച്യാം വാരുണീ രക്ഷേത് വായവ്യാം മൃഗവാഹിനി ഉദീച്യാം കൗബേരി ഉദീച്യാം ചാതുകൗബേരി ഐശാന്യാം ശൂലധാരിണി. പടിഞ്ഞാറ് വാരുണിയും വായുകോണിൽ മൃഗവാഹിനിയായ വായുദേവതയും വടക്ക് കുബേരശക്തിയും ഈശാനകോണിൽ ശൂലധാരിണിയായ ഈശാനശക്തിയും എന്നെ രക്ഷിക്കട്ടെ. ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേത് ദസ്ഥാത് വൈഷ്ണവീ തഥാ ഏവം ദശദിശോ രക്ഷേ ചാമുണ്ഡാശവവാഹന. അല്ലയോ ബ്രഹ്മണി, ഭവതി ഊർധ്വഭാഗത്തിൽ എന്നെ രക്ഷിച്ചാലും അധോഭാഗത്ത് വൈഷ്ണവി എന്നെ രക്ഷിക്കട്ടെ. ഇപ്രകാരം ദശദേവതാരൂപിണിയായിട്ട് ശവവാഹനയായ ചാമുണ്ഡ ദശദിശയിലും എന്നെ രക്ഷിക്കുമാറാകട്ടെ.
ജയാ മേ ചാഗ്രത സ്ഥാതു വിജയാസ്താതു പൃഷ്ഠതഃ അജിതാ വാമപാർശ്വേ തു ദക്ഷിണേ ചാപരാജിതാ. മുമ്പിൽ ജയാദേവിയും പിമ്പിൽ വിജയാദേവിയും ഇടത് അജിതാദേവിയും വലത് അപരാജിതാദേവിയും എന്നെ രക്ഷിച്ചുകൊണ്ട് നിൽക്കുമാറാകട്ടെ. ശിഖാമുദ്യോതിനി രക്ഷേത് ദുമാമൂർധനി വ്യവസ്ഥിത മാലാധരീ ലലാടേ ച ഭ്രൂവോ രക്ഷേത് യശസ്വിനി. ഉദ്യോതിനി എന്ന ദേവി എൻ്റെ ശിഖയെയും ഉമ മൂർധാവിൽ വാണരുളി മൂർധാവിനെയും മാലാധരി ലലാടത്തെയും യശസ്വിനി പുരികങ്ങളെയും രക്ഷിക്കട്ടെ. ത്രിനേത്രാ ച ഭൂവോർമധ്യേ യമകണ്ഠാ ച നാസികേ ശങ്കിനീ ചക്ഷുഷോർമധ്യേ ശ്രോതായോർദ്വാരവാസിനി. കപാലോ കാളികാ രക്ഷേത് കർണമൂലേ തു ശങ്കരീ നാസികായാം സുഗന്ധാ ച ഉത്തരേഷ്ടേ ച ചർച്ചിക. ഭ്രൂമധ്യത്തിൽ ത്രിനേത്രയും നാസികാപുടങ്ങളിൽ യമകണ്ഠയും നേത്രങ്ങളുടെ നടുവിൽ ശംഖിനിയും കാതുകളിൽ ദ്വാരവാസിനിയും കപോലങ്ങളിൽ കാളികയും കർണമൂലത്തിൽ ശങ്കരിയും നാസികാദണ്ഡത്തിൽ സുഗന്ധയും ഉത്തരോഷ്ടത്തിൽ ചർച്ചികയും വാണരുളി അതാതു സ്ഥാനങ്ങളെ കാത്തുകൊള്ളട്ടെ. അധരേ ചാമൃതകലാ ജിഹ്വായാം തു സരസ്വതീ. അധരേ ച അമൃതകല ജിഹ്വായാം തു സരസ്വതീ. അധരം ആര് രക്ഷിക്കട്ടെ? അമൃതകല രക്ഷിക്കട്ടെ. ജിഹ്വായാം തു സരസ്വതി, ജിഹ്വ നാവിനെ സരസ്വതി രക്ഷിക്കട്ടെ. ദന്താൻ രക്ഷേതു കൗമാരീ കർണമധ്യേതു ചണ്ഡിക. അതായത് അധരോഷ്ടത്തിൽ അമൃതകലയും ജിഹ്വയിൽ സരസ്വതിയും ദന്തങ്ങളിൽ കൗമാരിയും കണ്ഠമധ്യത്തിൽ ചണ്ഡികയും വാണരുളി അതാത് ഭാഗങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. ഖണ്ഡികാം ചിത്രഖണ്ഡ മഹാമായാ ച താലുകേ. ഖണ്ഡികാം ചിത്രഖണ്ഡാ ച മഹാമായോ ച താലുകേ. കാമാക്ഷി ചിബുകം രക്ഷേത് വാചം മേ സർവമംഗളാ. എൻ്റെ കണ്ഠമണിയെ ചിത്രകണ്ഠയും അണ്ണാക്കിനെ മഹാമായയും താടിയെ കാമാക്ഷിയും വാക്കിനെ സർവമംഗളയും കാത്തരുളുമാറാകട്ടെ. ഗ്രീവായാം ഭദ്രകാളീ ച പൃഷ്ഠവംശേ ധനുർധരീ. നീലഗ്രീവാഭിः കണ്ഠേ നളികാം നളകൂപരീ. ഖഡ്ഗധാരിണ്യഭൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണീ. ഹസ്തയോർദണ്ഡിനീ രക്ഷേത് അംബികാം ചാങ്കുലീഷു ച. കഴുത്തിനെ ഭദ്രകാളിയും നട്ടെല്ലിനെ ധനുർധരിയും കണ്ഠത്തിൻ്റെ പിൻഭാഗത്തെ നീലഗ്രീവയും കണ്ഠനാളത്തെ നളകൂപരിയും രണ്ട് തോളുകളെ ഖഡ്ഗധാരിണിയും കൈമുട്ടുമുതൽ താഴോട്ടുള്ള ഭാഗങ്ങളെ വജ്രധാരിണിയും മുട്ടുമുതൽ വിരൽ വരെയുള്ള ഭാഗങ്ങളെ ദണ്ഡിനിയും വിരലുകളെ അംബികയും രക്ഷിക്കുമാറാകട്ടെ. നഗാശ്ചൂലേശ്വരീ രക്ഷേത് കുക്ഷൗ രക്ഷാന്നനാളേശ്വരീ. സ്തനൗ രക്ഷേന്മഹാദേവീ മനഃശോകവിനാശിനീ. നഖങ്ങളെ ശൂലേശ്വരിയും കുക്ഷിയെ നളേശ്വരിയും സ്തനങ്ങളെ മഹാദേവിയും മനസ്സിനെ ശോകവിനാശിനിയും രക്ഷിക്കുമാറാകട്ടെ. ഹൃദയം ലളിതാദേവീ ഹൃദുരം ശൂലധാരിണീ. നാഭിം ച കാമിനീ രക്ഷേത് ഗുഹ്യം ഗുഹ്യേശ്വരീ തഥാ.
ഹൃദയത്തെ ലളിതാദേവിയും ഉദരത്തെ ശൂലധാരിണിയും നാഭിയെ കാമിനിയും ഗുഹ്യത്തെ ഗുഹ്യേശ്വരിയും രക്ഷിക്കട്ടെ. ഭൂതനാഥാച മേഷ്ടം ചഗുദം മഹിഷവാഹിനി. ഭൂതനാഥാച മേഷ്ടം ചഗുദം മഹിഷവാഹിനി. കട്യാനാം ഭഗവതി രക്ഷേ ജാനുനി വിന്ധ്യവാസിനി. ലിംഗത്തെ ഭൂതനാഥയും ഗുദത്തെ മഹിഷവാഹിനിയും അരക്കെട്ടിനെ ഭഗവതിയും മുട്ടുകളെ വിന്ധ്യാവാസിനിയും രക്ഷിക്കട്ടെ. ജംഘേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകീ. ഗുൽഹയോർനാരസിംഹീചി ച പാദപൃഷ്ഠേ മിതൗജസി. പാദാംഗുലീ ശ്രീധരീ ച പാദാസ്ഥലവാസിനി. നഖാൻ ദംഷ്ട്രാകരാളീ ച കേശാം ചൈത വാർധ്വകേശിനി. കണങ്കാലുകളെ ആഗമാതിപ്രസിദ്ധയായ മഹാബലയും മുട്ടുകളുടെ മധ്യഭാഗങ്ങളെ വിനായികയും ഞരിയാണികളെ നാരസിംഹിയും പുറംകാലുകളെ അമിതൗജസിയും കാൽവിരലുകളെ ശ്രീധരിയും കാലിൻ്റെ കീഴ്വശങ്ങളെ തലവാസിനിയും പാദനഖങ്ങളെ ദംഷ്ട്രാകരാളിയും കേശങ്ങളെ ഊർധ്വകേശിനിയും രക്ഷിക്കുമാറാകട്ടെ. രോമകൂപാണി കൗമാരീ ത്വചം വാഗീശ്വരീ തഥാ രക്തമജ്ജാവസാ മാംസാന്യാ രക്തമജ്ജാവ മാംസാന്യ അസ്ഥി മേധാംസി പാർവതി. രോമകൂപങ്ങളെ കൗമാരിയും ത്വക്കിനെ വാഗീശ്വരിയും രക്തം മജ്ജ വസ മാംസം അസ്ഥി മേധസ് എന്നിവയെ പാർവതിയും രക്ഷിക്കട്ടെ. ആന്ത്രാണി കാളരാത്രിഞ്ച പിത്തഞ്ച മുകുടേശ്വരീ. ആന്ത്രാണി കാളരാത്രിഞ്ച പിത്തഞ്ച മുകുടേശ്വരീ. പത്മാവതി പത്മകോശേ കഭേ ചൂടാമണിസ്തഥാ. കുടലുകളെ കാളരാത്രിയും പിത്തത്തെ മുകുടേശ്വരിയും ഹൃദയകോശത്തിൽ വസിക്കുന്ന വാതത്തെ പത്മാവതിയും കഫത്തെ ചൂടാമണിയും രക്ഷിക്കട്ടെ. ജ്വാലാമുഖി നഖജ്വാലാമഭേദ്യ സർവസന്ധിഷു ശുക്ലം ബ്രഹ്മാണി മേ രക്ഷേ ഛായാം ഛത്രേശ്വരീ തഥാ. നഖകാന്തിയെ ജ്വാലാമുഖിയും സന്ധികളെയെല്ലാം അഭേദ്യയും ഛായയെ ഛത്രേശ്വരിയും രക്ഷിക്കട്ടെ. ബ്രഹ്മാണി എൻ്റെ രേതസിനെ കാത്തു രക്ഷിക്കട്ടെ. അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണീ. അല്ലയോ ധർമ്മചാരിണി, അവിടുന്ന് എൻ്റെ അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും രക്ഷിച്ചാലും. പ്രാണാപാനോ തഥാ വ്യാനസമാനോ ദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണീ. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ പ്രാണവായുക്കളെയും പരാക്രമകൃതമായ യശസ്സിനെയും പുണ്യകർമ്മകൃതമായ കീർത്തിയെയും ഐശ്വര്യത്തെയും സർവദാ ചക്രിണി രക്ഷിക്കുമാറാവട്ടെ. ഗോത്രമിന്ദ്രാണി മേ രക്ഷേ പശുന്മേ രക്ഷ ചണ്ഡികേ. അല്ലയോ ഇന്ദ്രാണി, എൻ്റെ വംശത്തെ രക്ഷിച്ചാലും. അല്ലയോ ചണ്ഡികേ, ഭവതി എൻ്റെ പശുക്കളെ രക്ഷിച്ചാലും.
പുത്രാൻ രക്ഷേൻ മഹാലക്ഷ്മീർ ഭാര്യാം രക്ഷേതു ഭൈരവീ മാർഗം ക്ഷേമകരീ രക്ഷേത് വിജയാ സർവദസ്ഥിത. പുത്രന്മാരെ മഹാലക്ഷ്മിയും ഭാര്യയെ ഭൈരവിയും മാർഗത്തെ സർവത്ര വാഴുന്ന ക്ഷേമകരിയായ വിജയയും രക്ഷിക്കട്ടെ. രക്ഷാഹീനം തു യസ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷ മേ ദേവി ജയന്തി പാപനാശിനി. ഒരിക്കൽ കൂടി ആ ലൈൻ എടുക്കാം. രക്ഷാഹീനം തു യസ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷ മേ ദേവി ജയന്തി പാപനാശിനി. കവചമില്ലാതെ അരക്ഷിതമായിരിക്കുന്ന സ്ഥാനമെല്ലാം സർവോത്കൃഷ്ടയും പാപനാശിനിയുമായ അല്ലയോ എൻ്റെ ദേവി അവിടുന്ന് കാത്തരുളിയാലും. പദമേകം ന ഗച്ഛേത്തു യദിച്ഛേച്ഛുമാത്മനാം കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയ സർവകാമിക. യം യം ചിന്തയതേ കാമം തം തം പ്രാപ്തോതി നിശ്ചിതം. ഒരിക്കൽ കൂടി ആ ശ്ലോകം വായിക്കാം. പദമേകം ന ഗച്ഛേത്തു യദിച്ഛേച്ഛുഭമാത്മന. സ്വന്തം യശസ് കാക്ഷിക്കുന്നവൻ കവചം കൂടാതെ പദമേകം ന ഗച്ഛേത്തു ഒരടി പോലും നടക്കരുത്. എന്നാൽ കവചം ധരിച്ചുകൊണ്ട് എന്നും എവിടെ പോയാലും അവിടെയൊക്കെ ധനലാഭവും സർവത്ര വിജയങ്ങളും അഭീഷ്ടസിദ്ധിയും തീർച്ചയായും ഉണ്ടാകുന്നു. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ. നിർഭയേ ജായതേ മർത്യാ സംഗ്രാമേഷ്വപരാജിത. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ. കവചിതനായ പുരുഷൻ, ഈ കവചം ധരിച്ച പുരുഷൻ ഭൂമിയിൽ നിസ്തുലവും ഉത്കൃഷ്ടവുമായ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. അവൻ പോരിൽ നിർഭയനും അപരാജിതനും ആയിരിക്കും. ത്രൈലോക്യേതു ഭവേത് പൂജ്യ കവചേനാവൃത പുമാൻ. കവചത്താൽ രക്ഷിതനായ പുരുഷൻ ത്രിലോകങ്ങളിലും പൂജ്യനായിത്തീരും. ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. ശ്രദ്ധിക്കണം. ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. യ പഠേത് പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്വിതഃ ദൈവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിത. ജീവേദ്വർഷശതം സാഗ്രമപമൃത്യുവിവർജിതഃ നശ്യന്തി വ്യാധയ സർവേ ലൂതാവിസ്ഫോടകാദയാ സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യാദൃശം. ഓർക്കൂ, ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. ദേവന്മാർക്കുകൂടി ദുർലഭമായ ഈ ദേവീ കവചം ഏതൊരുവൻ എന്നും 3 സന്ധ്യകളിലും ശ്രദ്ധയോടെ പാഠം ചെയ്യുന്നുവോ അവന് ദേവിയുടെ കടാക്ഷം ലഭിക്കുന്നതാകുന്നു. അവന് ഭൂലോകങ്ങളിൽ യാതൊരു തോൽവിയും ഏർപ്പെടുന്നതല്ല. അവന് അപവൃത്തി സംഭവിക്കുകയില്ല. മാത്രമല്ല, അവൻ തികച്ചും 100 വർഷം വരെ ജീവിച്ചിരിക്കും. മസൂരി തുടങ്ങിയ സർവ്വവ്യാധികളും അവൻ്റെ മുമ്പിൽ നശിച്ചു പോകുന്നു. സ്ഥാവരമോ ജംഗമമോ കൃത്രിമമോ ആയ എല്ലാ വിഷമങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം നശിച്ചു പോവുകയും ചെയ്യുന്നു. ആഭിചാരിണി സർവാണി
മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാ ഖേചരാശ്ചൈവ ജലജാശ്ചൗപദേശികാ സഹജാ കുലജാ മാലാ ഡാകിനീ ശാകിനീ തഥാ അന്തരീക്ഷചരാ ഘോരാ ഡാകിന്യശ്ച മഹാബലാ ഗ്രഹഭൂതപിശാചശ്ച യക്ഷഗന്ധർവരാക്ഷസാ ബ്രഹ്മരാക്ഷസവേതാളാഃ കൂഷ്മാണ്ഡാ ഭൈരവാദയഃ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതാ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. ഓർക്കൂ, ആഭിചാരിണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. അതായത് ലോകത്തിൽ മന്ത്രമോ യന്ത്രമോ ഉപയോഗിച്ചിട്ടുള്ള ആഭിചാരങ്ങൾ ഭൂമിയിലുള്ളവയോ ജലത്തിലുള്ളവയോ ഉപദേശസിദ്ധങ്ങളോ സഹജങ്ങളോ ആയ ദേവതകൾ, കുലജങ്ങൾ, മാല, ഡാകിനി, ശാകിനി എന്നീ ദുർദേവതകൾ, ഘോരങ്ങളായ അന്തരീക്ഷചാരിണികൾ, കരുത്തുപെരുത്ത ഡാകിനികൾ, ഗ്രഹങ്ങൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, ബ്രഹ്മരക്ഷസുകൾ, വേതാളങ്ങൾ, കൂഷ്മാണ്ഡങ്ങൾ, ഭൈരവൻ തുടങ്ങിയ ഈ വക ബാധകളെല്ലാം ദേവീകവചം ധരിച്ചവനെ കണ്ടാൽ ഓടി അകന്ന് നാശമടയും. ഈ പറഞ്ഞ ബാധകളെല്ലാം ദേവീകവചം ധരിച്ചവന് മുന്നിൽ ഒരിക്കലും വരികയില്ല എന്നർത്ഥം. അവനെ കണ്ടാൽ തന്നെ ഈ പറഞ്ഞ ബാധകളെല്ലാം നാശമടയുന്നതാണ്. മനോന്നതിർഭാവേത് രാജ്ഞാ തേജോവൃദ്ധികരം പരം യശസാ വർദ്ധതേ സോപി കീർത്തിമണ്ഡിതഭൂതലേ. കവചം കീർത്തിക്കുന്നവന് രാജസൽക്കാരം ലഭിക്കുന്നതാകുന്നു. അതായത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അവന് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാകുന്നു. അതായത് ഉയർന്ന ആളുകളിൽ നിന്നും ആധികാരികമായ സ്ഥാനങ്ങളിൽ നിന്നും അവന് ബഹുമാനം ലഭിക്കുന്നതാകുന്നു. കവചകീർത്തനം അത്യന്തം തേജോവർദ്ധകമത്രേ. അവൻ്റെ കീർത്തി ഭൂമിയിൽ മേൽക്കുമേൽ വർദ്ധിക്കുന്നതാവുന്നു. ആരാണോ കവചം കൊണ്ട് ദിവസവും കീർത്തിക്കുന്നത് അവൻ്റെ കീർത്തി മേൽക്കുമേൽ വർദ്ധിക്കുന്നതാവുന്നു. ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാതു കവചം പുരാ യാവത് ഭൂമണ്ഡലം ധത്തേ സശൈല വനകാനനം. കവചം ആദ്യം പാരായണം ചെയ്തിട്ട് വേണം ചണ്ഡീമഹാത്മ്യമായ സപ്തശതി, അതായത് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാൻ. കവചം പാരായണം ചെയ്തതിന് ശേഷമേ ദേവീ മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യാവൂ എന്നർത്ഥം. ഭക്തജനങ്ങളുടെ അഭിവൃദ്ധിയിലേക്കായി ഈ കവചസ്തോത്രം ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സമർപ്പിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ടും എല്ലാവരുടെയും നന്മയ്ക്കും അതിലേറെ ലോക നന്മയ്ക്ക് വേണ്ടിയും പരാശക്തിയായ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ കവചസ്തോത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അമ്മേ ദേവി മഹാമായേ.